CRRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഓക്കെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷൻ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ്, അല്ലെ? ഏത് രണ്ട് ബോഡിക്കിടയിലുമുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കും. അത് എർത്ത് ഒരു ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുമ്പോൾ അത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷനാണ് എന്ന് കരുതി എർത്തിന് മാത്രമല്ല ഗ്രാവിറ്റേഷൻ ഉള്ളത്. എല്ലാ ബോഡിക്കിടയിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആരാ ഗ്രാവിറ്റേഷൻ കണ്ടെത്തിയത്? നമുക്കറിയാം അല്ലേ. നമ്മൾ തലയിൽ ആപ്പിൾ വീണ കഥയൊക്കെ ന്യൂട്ടൺ അല്ലേ, ന്യൂട്ടൺ പറയുമ്പോൾ തന്നെ നമ്മൾ അതാണ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ സർ ഐസക് ന്യൂട്ടൺ ആണ് എന്ത് കണ്ടെത്തിയത്? ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടെത്തിയത്. എന്താണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്? എവറി ബോഡി അട്രാക്ട് എവറി അതർ ബോഡി ഇൻ ദ യൂണിവേഴ്സ് എന്നാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തുടങ്ങുന്നത് അല്ലെ. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ് വിത്ത് മാസ് ഉള്ള ഏത് രണ്ട് ബോഡിക്കിടയിലുമുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഗ്രാവിറ്റേഷൻ എന്ന് പറയും. എല്ലാ ബോഡിക്കും മാസ് ഉണ്ടല്ലോ. അപ്പോൾ മാസ് ഉള്ള രണ്ട് ബോഡിക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഥവാ ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കാം, ഗ്രാവിറ്റി എന്ന് വിളിക്കാം. ഇനി വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. യൂണിവേഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തുകൊണ്ടാണ് വീക്കസ്റ്റ് ഫോഴ്സ് ആവുന്നത്? നമ്മളൊരു ഭൂമി ഒരു വസ്തുവിനെ അട്രാക്ട് ചെയ്യുന്നത് അത്രത്തോളം വീക്കാണോ? അല്ല, ഭൂമിയുടെ ഫോഴ്സ് വീക്കൊന്നും അല്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ അത് വീക്കല്ലേ? നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകൾ അടുത്തടുത്ത്, രണ്ട് ഡെസ്കുകൾ അടുത്തടുത്ത് വെച്ചാൽ അത് പരസ്പരം അട്രാക്ട് ചെയ്യുന്നൊന്നുമില്ലല്ലോ. പക്ഷെ അവയ്ക്കിടയിലും ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. പക്ഷെ അത് വളരെ 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 വീക്കാണ്. അപ്പം മറ്റ് മാസ് കുറഞ്ഞ ഒബ്ജക്റ്റുകളെ നോക്കുമ്പോൾ അത് വളരെ വീക്കായ ഫോഴ്സാണ് അവയ്ക്കിടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. പക്ഷെ ഭൂമിയെ പോലെ അല്ലെങ്കിൽ മറ്റ് പ്ലാനറ്റ്സിനെ പോലെ ഒക്കെ നോക്കുമ്പോൾ അവയ്ക്കൊക്കെ വലിയ മാസുള്ള ഒബ്ജക്റ്റുകളാണ്. വലിയ മാസുള്ള ഒബ്ജക്റ്റുകൾ അട്രാക്ട് ചെയ്യുമ്പോൾ അത് നല്ല ഫോഴ്സിലാണ് അട്രാക്ട് ചെയ്യുന്നത്. അഥവാ വലിയ മാസുള്ളതിന് വലിയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും, ചെറിയ മാസുള്ളതിന് ചെറിയ ഗ്രാവിറ്റേഷൻ ഫോഴ്സേ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണാൻ ഒരു ഇക്വേഷൻ വേണമല്ലോ. ആ ഇക്വേഷൻ തരുന്ന ലോ ആണ് നേരത്തെ പറഞ്ഞ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എവരി പാർട്ടിക്കിൾ അട്രാക്ട് എവരി അതർ പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അല്ലേ? അവയുടെ മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായുമാണ് അവയ്ക്കിടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവുക. എങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ G ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: F is equal to Gm1m2/r². ഇവിടെ m1m2 ആ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണിത്. m1m2 ആ രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസാണ്, r ആ ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. എങ്കിൽ Gm1m2/r² ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. റെഡിയല്ലേ? ഇവിടെ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ G ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. 6.67 × 10⁻⁻11 ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. യൂണിറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ മതി. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇതിങ്ങോട്ട് വന്നാൽ ന്യൂട്ടൺ r² മുകളിലോട്ട് പോകും. അപ്പോൾ മീറ്റർ സ്ക്വയർ, m1m2 താഴേക്ക് വരും, അത് പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. റെഡിയല്ലേ? ഇനി ഇതിന്റെ വാല്യൂ നോക്ക്. ജിയുടെ വാല്യൂ 6.67 × 10⁻⁻11 -11 ആണ് ജിയുടെ വാല്യൂ എങ്കിൽ ഇവിടെ ഫോഴ്സ് കൺസിഡറബിൾ ആവാൻ, ഇപ്പോൾ ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ വരണമെങ്കിൽ m1m2 ഏത് റേഞ്ച് പോകണം? r ഇപ്പോൾ വളരെ അടുത്ത് ഒരു 1 മീറ്റർ ആണെന്ന് r വെച്ചാൽ തന്നെ ഈ m1m2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10⁻11 വരണം. അതായത് അത്രയും കിലോ ഉള്ള ഒബ്ജക്റ്റുകൾ അട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഫോഴ്സ് കൺസിഡറബിൾ ആവുന്നുള്ളൂ. വളരെ ചെറിയ മാസുള്ള ഒബ്ജക്റ്റുകൾ, നമ്മൾ ഭൂമിയിൽ കാണുന്ന ഒബ്ജക്റ്റുകൾ ഒന്നും അട്രാക്ട് ചെയ്താൽ അത് കൺസിഡറബിൾ ആയ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നില്ല. വളരെ വളരെ വീക്കായ ഫോഴ്സാണ്. ഓക്കെ, പക്ഷേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നാണ് ഗ്രാവിറ്റേഷൻ ലോ പറയുന്നത്. അതിൽ വലിയ മാസുള്ള എർത്തിനെ പോലെ വലിയ മാസുള്ള ഒബ്ജക്റ്റുകൾ അട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ ഫോഴ്സും ആണ്.
ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ബോഡീസ്. ഏതെങ്കിലും രണ്ട് ബോഡിക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷനിലേക്ക് വരികയാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പോൾ എർത്തിനും ഗ്രാവിറ്റേഷൻ ഉണ്ട്. ഗ്രാവിറ്റേഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നത് തന്നെ എർത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത് ഓൺ എ ബോഡി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത് ഓൺ എ ബോഡി, അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? അതിന് നമ്മൾ വെയിറ്റ് എന്നുള്ള പേരാണ് വിളിക്കുന്നത് അല്ലേ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത് ഓൺ എ ബോഡി. ഒരു ബോഡിയെ എർത്ത് എത്ര ഫോഴ്സിൽ താഴോട്ട് വലിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഈസ് ദ ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ എ ബോഡി ബൈ ഗ്രാവിറ്റി ഓഫ് എർത്ത്. എർത്തിന്റെ ഗ്രാവിറ്റി കൊണ്ട് ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ഫോഴ്സിന്റെയും ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, ഇനി ഭൂമി അട്രാക്ട് ചെയ്യുമ്പോൾ, എർത്ത് അട്രാക്ട് ചെയ്യുമ്പോൾ അതിനെന്ത് പേര് വിളിക്കും? എം ഇൻറ്റു എ, ആക്സിലറേഷൻ. ആക്സിലറേഷൻ എ എന്നല്ല നമ്മൾ അവിടെ എഴുതുക. ഏതൊരു ബോഡിയെ എർത്ത് അട്രാക്ട് ചെയ്താലും അതിനൊക്കെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഒരേ വാല്യൂ ആണ്. എർത്തിന്റെ അട്രാക്ഷൻ കൊണ്ട് ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നു. അതിൻ്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഏതൊരു ബോഡിയെയും എർത്ത് അട്രാക്ട് ചെയ്യുമ്പോഴുള്ള ആക്സിലറേഷൻ. നമ്മളത് മോഷൻ എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു ബോഡിയെ എർത്ത് അട്രാക്ട് ചെയ്താലും അവിടെയൊക്കെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് നമ്മൾ സ്മോൾ ലെറ്റർ ജി എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എങ്കിൽ എർത്തിന്റെ അട്രാക്ഷൻ കൊണ്ടുള്ള ഫോഴ്സ് ആവുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എം എ എന്നതിന് പകരം എം ജി എന്ന് എഴുതാം. ഇവിടെ ആക്സിലറേഷൻ ജി ആണ്. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു എർത്ത് ഓൺ എ ബോഡി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബൈ എർത്ത് ഓൺ എ ബോഡി ഈസ് കോൾഡ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ വെയിറ്റ് എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ വെയിറ്റ് ഇസ് ഇക്വൽ ടു എം ജി എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. വെയിറ്റ് ഇസ് ഇക്വൽ ടു എം ജി, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താ? നമ്മൾ സാധാരണ വെയിറ്റ് ഇത്ര കിലോ എന്ന് പറയുമെങ്കിലും ഫിസിക്സിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് മാസ് അല്ല, മാസിനാണ് നമ്മൾ കിലോഗ്രാം എന്ന് പറയേണ്ടത്. ഫിസിക്സിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ എ ബോഡി ബൈ എർത്താണ് അല്ലേ. എർത്ത് ഒരു ബോഡിയിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് വെയിറ്റിന് വരേണ്ടത്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ദെർഫോർ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലെ. മാസിന്റെ കിലോഗ്രാമും മാസിന്റെ കിലോഗ്രാമും ജിയുടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും കൂടി ചേർന്നിട്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതാണ് ന്യൂട്ടൺ അല്ലേ. അപ്പോൾ യൂണിറ്റ് ഓഫ് വെയിറ്റ് ന്യൂട്ടൺ ആണ്, ഓർത്ത് വെക്കുക. യൂണിറ്റ് ഓഫ് വെയിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കിലോഗ്രാം അല്ല, ന്യൂട്ടൺ ആണ്. കാരണം വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് വെയിറ്റിന്റെ യൂണിറ്റ്. റെഡി അല്ലേ? ദെൻ ജി നമ്മൾ പറഞ്ഞു, ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ നേരത്തെ എഴുതിയല്ലോ ഏതാ? എഫ് ഇസ് ഈക്വൽ ടു ജി m1m2/r². ഇനി ഒരു ബോഡിയിൽ എർത്ത് പ്രയോഗിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ജി m1m2 പകരം ഒന്ന് എർത്തും ഒന്ന് ബോഡിയായിട്ട് എടുക്കാം. അപ്പോൾ എർത്ത് ബോഡിയിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ജി m, അതിൽ ക്യാപിറ്റൽ എം എർത്തിന്റെ മാസ്, സ്മോൾ എം ബോഡിയുടെ മാസ്, ഡിവൈഡഡ് ബൈ എർത്തിന്റെ റേഡിയസ് സ്ക്വയർ. ഇവിടെ എർത്തിന്റെ സെന്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r വരുന്നത്. അതിൽ എർത്തിന്റെ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് എർത്തിന്റെ റേഡിയസ് ആയിരിക്കും. പിന്നെ എക്സ്ട്രാ ഡിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, അത് എടുക്കുന്നില്ല. അപ്പോൾ ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് എർത്ത് ആയിട്ട് വരും. ഇതാണ് നമ്മൾ ഏതിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്? ഈ എം ജി, ഇതല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ എ ബോഡി, എം ജി വെയിറ്റ്. അതിൽ ഈ എമ്മും ബോഡിയുടെ മാസ് ക്യാൻസൽ ചെയ്ത് പോയാൽ ജി ഇസ് ഈക്വൽ ടു gm/r² എന്ന് എഴുതാം. ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. എം എർത്തിന്റെ മാസ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, r എർത്തിന്റെ റേഡിയസ് അതും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എങ്കിൽ gm/r² ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ പറയുന്ന 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പോൾ ജി കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ G ക്യാപിറ്റൽ m/r². ഇവിടെ ക്യാപിറ്റൽ G ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, എം എർത്തിന്റെ മാസ്, r എർത്തിന്റെ റേഡിയസ്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ മോഷന്റെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ട് ഒബ്ജക്റ്റുകൾ ഒരേ ഹൈറ്റ് നിന്ന് താഴേക്ക് ഇട്ടാൽ എയർ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ രണ്ടും ഒരേ സമയം താഴെയെത്തും അല്ലെ. ഒരു കല്ലും കടലാസും ഒരുമിച്ച് താഴേക്ക് ഇട്ടാൽ ആദ്യം എത്തുന്നത്
കല്ലായിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം എന്താ, അവിടെ എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. എയർ റെസിസ്റ്റൻസ് പേപ്പറിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് ഇനി എയർ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ, എയർ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ, കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ, രണ്ട് ഒബ്ജക്റ്റുകൾ ഒരുമിച്ച് ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ അത് രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു എന്ന് നമുക്ക് പറയാം. കാരണം ഏത് രണ്ട് ബോഡിയിലും ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ആക്സലറേഷൻ സെയിം വാല്യൂ ആണ്. അതുകൊണ്ട് ഒരേ സമയം താഴെ എത്തണം നെഗ്ലക്റ്റിംഗ് എയർ റെസിസ്റ്റൻസ് ആണെങ്കിൽ. ഓക്കെ, ഇനി രണ്ട് ബാലൻസുകൾ, ഒന്ന് കോമൺ ബാലൻസും ഒന്ന് സ്പ്രിംഗ് ബാലൻസും. അതിൻ്റെ രണ്ട് കാര്യം കൂടി ഇവിടെ ഒന്ന് പറയണം. നമ്മൾ ഒരു കോമൺ ബാലൻസും സ്പ്രിംഗ് ബാലൻസും തമ്മിൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു 6 കിലോഗ്രാം അരി തൂക്കുന്നു. ഓക്കെ, ഒരു കോമൺ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് തൂക്കുന്നതെങ്കിൽ അവിടെ സാധാരണ ഒരു കോമൺ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 6 കിലോ അരി, അപ്പോൾ ഇവിടെ 6 കിലോ, കോമൺ ബാലൻസ് അറിയാലോ, സാധാരണ ത്രാസ്, ഇവിടെ 6 കിലോ അരി വെച്ചു, ഇപ്പുറത്ത് അതിൻ്റെ തൂക്കക്കല്ല് വെച്ചു, ഇങ്ങനെ തൂക്കി. ഇനി ഇതേ സാധനം ഇതേപോലെ എടുത്തിട്ട് ഞാൻ ചന്ദ്രനിൽ പോയാൽ നമുക്കറിയാം മൂണിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എർത്തിലേതിൻ്റെ 1/6 ആണ് അല്ലേ. ചന്ദ്രൻ വലിക്കുന്നത് ഭൂമി വലിക്കുന്നതിൻ്റെ 1/6 അങ്ങനെയാണെങ്കിൽ ഇതേ സാധനം ഇതേപോലെ എടുത്ത് ചന്ദ്രന് പോയാൽ അവിടെ ഈ 6 കിലോ അരി എത്ര കാണിക്കും? 6-1 1 കിലോ ആണോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ. അപ്പോൾ ഇത് കൊടുത്ത് ചന്ദ്രന് പോയാൽ രണ്ട് ഭാഗത്തും അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ്, നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഭൂമിയിലായിരുന്നുവെങ്കിൽ ഈ ഭാഗത്ത് 6 × 9.8 ഫോഴ്സിൽ അട്രാക്ട് ചെയ്യും, ഈ ഭാഗത്തും 6 × 9.8 ഫോഴ്സിൽ അട്രാക്ട് ചെയ്യും അല്ലെ, mg അല്ലേ. അങ്ങനെ ഇത് ഒരേപോലെ നിൽക്കുന്നു. ചന്ദ്രന് പോയാലോ ഈ ഭാഗത്ത് 6 × 9.8/6 ആവുന്നു അല്ലേ. ചന്ദ്രനിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ /6 ആണ്. അപ്പോൾ ഈ ഭാഗത്ത് എത്രയാണ് വെയിറ്റ്, ഇതിൻ്റെ തൂക്കക്കല്ല് എത്രയാണ് വെക്കേണ്ടത് നമുക്കറിയില്ല. അപ്പോൾ ഇത് അരിയാണെങ്കിൽ ഇത് 6 × 9.8/6 ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ എത്ര വെയിറ്റ് വെക്കണം എന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തെടുക്കുന്നു, ഇപ്പുറത്ത് 6 × 9.8/6 ആണെങ്കിൽ ഇപ്പുറത്ത് എത്ര × 9.8/6 ആവുമ്പോഴാണ് ഇത് ഈക്വൽ ആവുക? 6 × 9.8/6 ആവുമ്പോൾ തന്നെയാണ്. പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആണോ? ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 തന്നെ വരുമ്പോഴേ എന്താവുന്നുള്ളൂ, ഇത് ഈക്വൽ ആവുന്നുള്ളൂ. കാരണം രണ്ട് ഭാഗത്തും /6 വരുന്നുണ്ട്. പറഞ്ഞ ക്ലിയർ ആണോ? അതായത് കോമൺ ബാലൻസിൽ ബാലൻസിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ /6 അട്രാക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെയും /6 രണ്ട് ഭാഗത്തും /6 ആവുന്നത് കൊണ്ട് നെറ്റ് എഫക്റ്റിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് എവിടെ പോയി മെഷർ ചെയ്താലും, ചന്ദ്രനിൽ പോയിട്ടും മറ്റേത് ഗ്രഹത്തിൽ പോയി മെഷർ ചെയ്താലും കോമൺ ബാലൻസ് ഒരേ മാസ് കാണിക്കും. അത് എത്രയാ? ഇപ്പോൾ 6 കിലോ ആണെങ്കിൽ എവിടെ പോയാലും 6 കിലോ കാണിക്കും. അപ്പോൾ മാറാത്തൊരു ക്വാണ്ടിറ്റിയാണ് കോമൺ ബാലൻസ് തരുന്നത്. അപ്പോൾ കോമൺ ബാലൻസ് മെഷർ ചെയ്യുന്നത് മാസ് ആണെന്ന് പറയാം. കോമൺ ബാലൻസ് മെഷേഴ്സ് മാസ്. അതാണ് ഇവിടുത്തെ പോയിന്റ്. കോമൺ ബാലൻസ് മെഷേഴ്സ് മാസ്. കോമൺ ബാലൻസ് മെഷേഴ്സ് മാസ്. കോമൺ ബാലൻസ് മെഷേഴ്സ് മാസ്. പക്ഷേ സ്പ്രിംഗ് ബാലൻസിലേക്ക് വന്നാൽ, സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് സ്പ്രിംഗ് ബാലൻസ്, നമുക്കറിയാം. അതിലേക്കൊരു വെയിറ്റ് ഇട്ടാൽ അവിടെ ബാലൻസിങ് ഇല്ലാന്ന്, അവിടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ബാലൻസിങ് ഇല്ല, നേരെ എത്രത്തോളം താഴോട്ട് വലിക്കുന്നു അതിനനുസരിച്ച് അളവ് അവിടെ തരികയാണ്. അപ്പോൾ ചന്ദ്രന് പോയിട്ട് സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് ഈ 6 കിലോ മെഷർ ചെയ്താൽ നമുക്ക് എത്രയേ കാണിക്കൂലൂ? 1/6 കാണിക്കുന്നുള്ളൂ അല്ലെ, 1 കിലോ മാത്രമേ കാണിക്കൂ. റെഡിയാണോ? അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് ഓരോ സ്ഥലത്ത് പോയാലും അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് മാറും. ചന്ദ്രനിൽ പോയാൽ ഭൂമിയിൽ കാണിക്കുന്നതിൻ്റെ 6-1 സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കൂലൂ. പക്ഷെ കോമൺ ബാലൻസിൽ ഒരേ അളവ് തന്നെയാണ് കാണിക്കുക. അതുകൊണ്ട് മാറാത്ത അളവ് മാസാണ്. അതുകൊണ്ട് കോമൺ ബാലൻസ് മെഷർ ചെയ്യുന്നത് മാസാണ്. സ്പ്രിംഗ് ബാലൻസ് ഓരോ ഗ്രാവിറ്റി ഉള്ള സ്ഥലത്തും പോയാൽ ഓരോ അളവാണ് കാണിക്കുക. അതുകൊണ്ട് സ്പ്രിംഗ് ബാലൻസ് മെഷർ ചെയ്യുന്നത് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്താൽ മതി. കോമൺ ബാലൻസ് മെഷേഴ്സ് മാസ്, സ്പ്രിംഗ് ബാലൻസ് മെഷേഴ്സ് വെയിറ്റ്. കോമൺ ബാലൻസ് മെഷേഴ്സ് മാസ്, സ്പ്രിംഗ് ബാലൻസ് മെഷേഴ്സ് വെയിറ്റ്. മാസ് മെഷർ ചെയ്യുന്നതാണ് കോമൺ ബാലൻസ്, വെയിറ്റ് മെഷർ ചെയ്യുന്നതാണ് സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, അടുത്ത ഭാഗം നമ്മൾ പറയാനുള്ളത് ആ ജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 9.8 ആണ് ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞുവെങ്കിലും അതിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ജിയുടെ വാല്യൂ ഏറ്റവും നമ്മളെ ആൾട്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും നോക്കുകയാണെങ്കിൽ ഒരു എർത്ത് സർഫസിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മേലോട്ട് പോകുന്നു. എർത്ത് സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും ജിയുടെ വാല്യൂ കുറയുകയാണ്.
എർത്ത് സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ജിയുടെ വാല്യൂ കുറയും. ഏറ്റവും കൂടുതൽ എർത്ത് സർഫസിലാണുള്ളത്. സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ജിയുടെ വാല്യൂ കുറയുന്നു. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1g ഇൻറ്റു 1 മൈനസ് 2h/r എന്നാണ്. ഇവിടെ h ഹൈറ്റ് എത്രത്തോളം ഹൈറ്റിലേക്ക് പോകുന്നു, 6 എർത്തിൻ്റെ റേഡിയസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഉണ്ടാവുന്ന ജിയുടെ വാല്യൂ ആണ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r. എന്തായാലും ജി കുറയുന്നു. എങ്ങനെ? ഹൈറ്റിലോട്ട് പോകുന്തോറും ജി കുറയുന്നു. ഇനി ഡെപ്തിലോട്ട് പോകുന്തോറുമോ ഡെപ്ത് ഇൻക്രീസസ്. താഴെ കുഴിച്ച് താഴോട്ട് പോയാൽ ഡെപ്തിലേക്ക് പോകുന്തോറും അഗെയിൻ ജി ഡിക്രീസസ്. താഴോട്ട് പോകുന്തോറും ജി കുറഞ്ഞു വരികയാണ്. താഴോട്ട് പോകുന്തോറും ജി കുറഞ്ഞു വരികയാണ്. ഡെപ്തിലേക്ക് കുഴിച്ചു പോയാലും ജി കുറയുകയാണ്. അവിടെ ഇക്വേഷൻ ശരിക്കും ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് d/r എന്നാണ്. 1 മൈനസ് d/r. ഒരു പകുതി എർത്തിൻ്റെ റേഡിയസിൻ്റെ പകുതി ദൂരം കുഴിച്ചാൽ ജി എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ പകുതി ദൂരം എന്ന് പറയുമ്പോൾ അവിടത്തേക്കുള്ള ആഴം r/2 എന്ന് വരും. r/2. അപ്പോൾ r/2/r എന്ന് പറയുമ്പോൾ ജി മൈനസ് r ക്യാൻസൽ ചെയ്താൽ ഇത് മൊത്തത്തിൽ g/2 എന്ന് വരും. അപ്പോൾ എനിവേ താഴോട്ട് പോകുന്തോറും ജി കുറഞ്ഞു വരുന്നു. കുഴിച്ചു പോകുന്തോറും ഡെപ്ത് കൂടുന്തോറും ജി കുറഞ്ഞു വരുന്നു. ഇനി സെൻറ്ററിലോ അറ്റ് ദ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഡെപ്ത് എത്ര, റേഡിയസ് എത്രയാണോ അത്രയും തന്നെ കുഴിച്ചാലാണ് സെൻറ്ററിലെത്തുക. അപ്പോൾ ഡെപ്ത് റേഡിയസ് ആയി മാറും. r/r 1 മൈനസ് r/r എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 ഇത് 0 ആയി പോയി. അപ്പോൾ ജിയുടെ വാല്യൂ 0 ആവും. At the center value of g is 0. At the center value of g is 0. അപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ജി ഡിക്രീസ് ചെയ്യുന്നു, ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ജി ഡിക്രീസ് ചെയ്യുന്നു. രണ്ടിലും ഡിക്രീസാണ്. ഹൈറ്റ് കൂടിയാലും ജി കുറയുന്നു, ഡെപ്ത് കൂടിയാലും ജി കുറയുന്നു. സെൻറ്ററിൽ ജിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ. ഇനി ലാറ്റിറ്റ്യൂഡിൽ, അതായത് സർഫസ് തന്നെ പോൾസിലും ഇക്വേറ്ററിലേക്കും മാറി വരുമ്പോൾ അതിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ സർഫസിലാണ് കുഴിച്ചാലും മുകളിലോട്ട് പോയാലും കുറയുന്നുണ്ട്, സർഫസിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ സർഫസിൽ തന്നെ വേരിയേഷൻ ഉണ്ട്. സർഫസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പോൾസിലാണ്, ഏറ്റവും കുറവ് വരുന്നത് ഇക്വേറ്ററിലാണ്. വാല്യൂ ഓഫ് ജി ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ ആൻഡ് മാക്സിമം അറ്റ് പോൾസ്. ജിയുടെ വാല്യൂ ഏറ്റവും മാക്സിമം പോൾസിലാണ്, ഏറ്റവും മിനിമം ഇക്വേറ്ററിലാണ്. വാല്യൂ ഓഫ് ജി ഈസ് മാക്സിമം അറ്റ് പോൾസ്, മിനിമം അറ്റ് ഇക്വേറ്റർ. മാക്സിമം അറ്റ് പോൾസ്, മിനിമം അറ്റ് ഇക്വേറ്റർ. റെഡിയല്ലേ? ഓക്കെ. ദെൻ അടുത്തതിലേക്ക് പോവാം. ഇവിടെ ഇനി നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ഈ രണ്ട് കൺസെപ്റ്റ് കൂടിയാണ് പറയാനുള്ളത്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി ഷുഡ് ബി പ്രൊജക്റ്റഡ് ടു എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മളൊരു ഭൂമിയിൽ നിന്നൊരു ബോഡി, കാരണം ഏതൊരു ബോഡിയും മുകളിലോട്ട് എറിഞ്ഞാലും താഴോട്ട് വരാൻ കാരണം ഭൂമി അതിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലേ? പക്ഷേ ആ അട്രാക്ഷൻ ഒരു പരിധി ഉണ്ടാവും. ആ അട്രാക്ഷൻ്റെ പരിധിയും കഴിഞ്ഞിട്ട് ഒരു ബോഡി മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ അത് പിന്നെ തിരിച്ചു വരൂല, അല്ലേ? അപ്പോൾ ഈ അട്രാക്ഷൻ കഴിഞ്ഞ് പുറത്ത് കടക്കാൻ എത്ര വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യണം, അതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റി, അത്രയേ ഉള്ളൂ. എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റി നീഡഡ് by a body to escape from the gravitational influence of a big and heavy object. അത് എർത്തിനാണെങ്കിൽ എർത്ത്, മൂണാണെങ്കിൽ മൂൺ, ഏതൊരു പ്ലാനറ്റിനും അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പുറത്ത് കടക്കാൻ ആവശ്യമായ വെലോസിറ്റിയെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് 11.186 km/s. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 11.2 എന്ന് പറയും. അപ്പോൾ 11.2 km/s, 11.2 km/s ആണ് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് 11.2 km/s. km/s ആണ് യൂണിറ്റ് നോക്കണം. ഒരു സെക്കൻഡിൽ ഇത്രയും കിലോമീറ്റർ പോകണം, km/s. അതുപോലെ മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 2.38 km/s. ചില സമയം 2.4 എന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിവേ 2.38 km/s ആണ് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ. ഇനി എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു √2gr. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എസ്കേപ്പ് വെലോസിറ്റിക്ക്, √2gr. ഇനി അടുത്തത് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്സ്. നമ്മളൊരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റിന് ചുറ്റും ഒരേ വെലോസിറ്റിയിൽ അതിനെ ചുറ്റുന്നതാണ് സാറ്റലൈറ്റ്, അല്ലെ, ഉപഗ്രഹങ്ങൾ.
അപ്പോൾ ആ സാറ്റലൈറ്റിന്റെ വെലോസിറ്റി ആണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് അറ്റ് വിച്ച് എ ബോഡി റിവോൾവ്സ് അറൗണ്ട് ദ അതർ ബോഡി. ഒരു ബോഡിക്ക് ചുറ്റും മറ്റൊരു ബോഡി, മറ്റേത് എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റിയാണ്, ഇതോ അതിനെ ചുറ്റാനുള്ള വെലോസിറ്റിയാണ് അല്ലെ. സാറ്റലൈറ്റുകളുടെ വെലോസിറ്റിയാണ്. ഒരു ബോഡിയെ ചുറ്റാൻ മറ്റൊരു ബോഡിക്ക് വേണ്ട വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു റൂട്ട് ജി ആർ എന്നാണ് ഇക്വേഷൻ. 2 ഇല്ല, റൂട്ട് ജി ആർ അഥവാ വി ഇ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ടു വി ഒ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ടു വി ഒ അഥവാ ഓർബിറ്റൽ വെലോസിറ്റിയുടെ റൂട്ട് 2 ടൈംസ് ആണ് എസ്കേപ്പ് വെലോസിറ്റി. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ റൂട്ട് ടു ജി ആർ ആണ്, ഇവിടെ റൂട്ട് ജി ആർ ആണ്. അപ്പോൾ വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ടു വി ഒ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.